ഒരു സ്ത്രീ പൊതുവേദിയിൽ അഭിപ്രായം പറഞ്ഞു, ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തു, ഒരു രാഷ്ട്രീയ നേതാവിനെ വിമർശിച്ചു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അവൾക്കെതിരെ വിമർശനങ്ങൾ വരും, ട്രോളിംഗ് ഉണ്ടാകും, അപമാനിക്കും. പക്ഷെ അതിനപ്പുറം പോകുന്ന ഒരു ഭീഷണിയുണ്ട്, ബലാത്സംഗം ചെയ്യും. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയെ നിശബ്ദയാക്കാൻ ഇത്രയും തവണ ബലാത്സംഗ ഭീഷണി തന്നെ ഉപയോഗിക്കുന്നത്? ദ വയർ എന്ന മാധ്യമം പ്രസിദ്ധീകരിച്ച വൈ ദ ത്രെറ്റ് ഈസ് ഓൾവേസ് റേപ്പ് എന്ന ലേഖനം ഉയർത്തുന്ന പ്രധാന ചോദ്യം ഇതാണ്. ഇതേതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല. സ്ത്രീകൾ പൊതുജീവിതത്തിലേക്ക് കടക്കുമ്പോഴും പ്രതിഷേധിക്കുമ്പോഴും രാഷ്ട്രീയ അഭിപ്രായം പറയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ശബ്ദമുയർത്തുമ്പോഴും നേരിടേണ്ടി വരുന്ന ഒരു വലിയ സാമൂഹിക പ്രശ്നത്തെക്കുറിച്ചാണ് ഈ ലേഖനം സംസാരിക്കുന്നത്. ഇതിന് ഏറ്റവും പുതിയ ഉദാഹരണമായി ലേഖനം പറയുന്നത് ജന്തർ മന്ദറിലെ പ്രതിഷേധമാണ്. മധ്യപ്രദേശിൽ നിന്നുള്ള 23 വയസ്സുകാരിയായ യോഗ ഇൻസ്ട്രക്ടർ ശ്രദ്ധ സിംഗ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അവിടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥരെ ആക്ഷേപിക്കുന്ന രീതിയിൽ 7 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ അവർ പോസ്റ്റ് ചെയ്തു. വീഡിയോ പിന്നീട് വിവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി വ്യാപകമായി പ്രചരിച്ചു. അവരെ തിരിച്ചറിയാൻ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വരെ ഉപയോഗിച്ചെന്നും ഫോൺ നമ്പറും വിലാസം കണ്ടെത്തിയെന്നും അവർ പറഞ്ഞതായി ലേഖനം റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? കൊലപ്പെടുത്തുമെന്ന ഭീഷണിയും ബലാത്സംഗ ഭീഷണിയും. അവരുടെ അമ്മയുടെയും സുഹൃത്തുക്കളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലും കണ്ടെത്തി അവരെക്കുറിച്ച് വിവരങ്ങൾ തേടിയതായി റിപ്പോർട്ട് പറയുന്നു. ഇതിനിടെ അവരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട 33 പോസ്റ്റുകൾ മെറ്റ നീക്കം ചെയ്തതായും അതിനെതിരെ അപ്പീൽ ചെയ്യാനുള്ള വഴി ലഭിച്ചില്ലെന്നും അവർ പറഞ്ഞതായി ലേഖനം പറയുന്നു. ഇതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം, പ്രതിഷേധത്തിൽ പങ്കെടുത്ത മറ്റൊരു പെൺകുട്ടി വെറും 15 വയസ്സാണ്. പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന തരത്തിൽ മോശം വാക്കുകൾ ഉപയോഗിച്ചതിന്റെ വീഡിയോ പ്രചരിച്ചു. പിന്നീട് ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, ഫോൺ നമ്പർ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ വിവരങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ വ്യാപകമായി പ്രചരിക്കപ്പെട്ടതായി ലേഖനം പറയുന്നു. അവളുടെ മുഖം ഉപയോഗിച്ച് മോസ്റ്റ് വാണ്ടഡ് എന്ന തരത്തിലുള്ള AI ജനറേറ്റഡ് പോസ്റ്റർ പോലും ഉണ്ടാക്കിയതായി റിപ്പോർട്ട് ചെയ്യുന്നു. അതിന് പിന്നാലെ 6 FIRകൾ. ജൂലൈ 31 കൈകൂപ്പി മാപ്പ് പറയുന്ന ആ പെൺകുട്ടിയുടെ വീഡിയോ ടെലിവിഷൻ ചാനലുകളിലും പ്രചരിച്ചു. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരു 15 വയസ്സുകാരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി അതിനെ കൈകാര്യം ചെയ്യാം. പക്ഷേ അവളുടെ ഫോൺ നമ്പറും വിലാസവും കുടുംബ വിവരങ്ങളും പുറത്തുവിടുന്നത് എന്തിനാണ്? അവളെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ്? അവളെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇതാണ് ലേഖനം ചോദിക്കുന്ന അടിസ്ഥാന ചോദ്യം. കാരണം ഇത് വെറും ഓൺലൈൻ ട്രോളിംഗ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന കാര്യമല്ല. ഒരു ഭീഷണിക്കും അതിന്റെ ശക്തി ലഭിക്കുന്നത് സമൂഹത്തിൽ നേരത്തെ നിലനിൽക്കുന്ന ഭയങ്ങളിൽ നിന്നാണ്. സ്ത്രീകൾക്ക് ബലാത്സംഗത്തെക്കുറിച്ചുള്ള ഭയം വ്യക്തിപരമായ ഒരു ഭയം മാത്രമല്ല, അതിന് സമൂഹം നിർമ്മിച്ച മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ശരീരത്തെ ആക്രമിക്കുക മാത്രമല്ല, അപമാനിക്കുക, കുടുംബത്തെ അപമാനിക്കുക, സമൂഹത്തിന് മുന്നിൽ അവളുടെ മാനത്തെ തകർക്കുക. നീ സംസാരിച്ചാൽ ഇതായിരിക്കും ഫലം എന്ന് മറ്റുള്ള സ്ത്രീകൾക്ക് കൂടി മുന്നറിയിപ്പ് നൽകുക. 1975 സൂസൻ ബ്രൗൺ മില്ലറിന്റെ എഗെയിൻസ്റ്റ് അവർ വിൽ എന്ന പുസ്തകത്തിൽ ബലാത്സംഗ ഭയം സ്ത്രീകളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് വിശദീകരിച്ചിരുന്നു. 50 വർഷങ്ങൾക്കിപ്പുറം മാധ്യമം മാറി, ഭീഷണി നൽകുന്ന രീതി മാറി, പക്ഷേ അതിന്റെ ലക്ഷ്യം മാറിയിട്ടില്ലെന്നാണ് ഈ ലേഖനം പറയുന്നത്. സ്ത്രീയെ പൊതുസ്ഥലത്ത് നിന്ന് പിൻവലിക്കുക, അവൾ സംസാരിക്കാതിരിക്കാൻ ഭയപ്പെടുത്തുക, അവൾ പ്രതിഷേധിക്കാതിരിക്കാൻ ഭയപ്പെടുത്തുക, അവൾ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കാൻ ഭയപ്പെടുത്തുക. ഇതൊരു സ്ത്രീയെ മാത്രം ലക്ഷ്യമിടുന്ന ഭീഷണിയല്ല, അവളുടെ പിന്നാലെ നിൽക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. നിങ്ങളും ഇവിടെ വന്നാൽ ഇതാണ് സംഭവിക്കുക. അതാണ് ഏറ്റവും അപകടകരമായ ഭാഗം. ഒരു സ്ത്രീ ഭീഷണിയെ അവഗണിച്ച് പ്രതിഷേധത്തിന് പോകാം, പക്ഷെ മറ്റൊരാൾ ചിന്തിച്ചേക്കാം, എനിക്കിതൊന്നും വേണ്ട, ഞാൻ വീട്ടിലിരുന്നേക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഭീഷണി വിജയിച്ചിരിക്കുന്നു. സ്ത്രീയെ നിയമപരമായി വിലക്കേണ്ടി വന്നില്ല, പൊതുസ്ഥലത്ത് നിന്ന് അവളെ പുറത്താക്കേണ്ടി വന്നില്ല, ഭയപ്പെടുത്തിയത് മാത്രം മതി. ഇതൊരു രാഷ്ട്രീയ പക്ഷത്തിന്റെ മാത്രം പ്രശ്നമാണോ? ലേഖനം പറയുന്നത് അങ്ങനെയല്ല. പുരുഷന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുജീവിതത്തിലുള്ള ആളുകൾക്കും പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ സ്ത്രീകളെ ലക്ഷ്യമിടുമ്പോൾ ലൈംഗിക ഭീഷണികൾക്ക് ലഭിക്കുന്ന പ്രത്യേക സ്ഥാനം എന്തുകൊണ്ടെന്നാണെന്നാണ് ചോദ്യം. ആംനസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യ നടത്തിയ ട്രോൾ പട്രോൾ പഠനത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ 95 വനിതാ രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യമിട്ട് 1,14,716 ട്വീറ്റുകൾ പരിശോധിച്ചിരുന്നു. അതിൽ 13.8% ട്വീറ്റുകൾ അബ്യൂസീവ് അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിരുന്നുവെന്നാണ് ലേഖനം പറയുന്നത്. അതിലും ശ്രദ്ധേയമായ മറ്റൊരു കണ്ടെത്തലുണ്ട്. സ്ത്രീയുടെ രാഷ്ട്രീയ ആശയത്തെക്കാൾ അവരുടെ ഐഡന്റിറ്റിയാണ് പലപ്പോഴും അബ്യൂസിന്റെ തോത് നിർണ്ണയിക്കുന്നതെന്നാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത്. മുസ്ലിം വനിതാ രാഷ്ട്രീയക്കാർക്ക് മതപരമായ അധിക്ഷേപങ്ങൾ കൂടുതലായിരുന്നുവെന്നും പിന്നാക്ക ജാതി വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്ക് ജാതീയ അധിക്ഷേപങ്ങൾ കൂടുതലായിരുന്നുവെന്നും ഈ ലേഖനം പറയുന്നു. അതായത് പ്രശ്നം സ്ത്രീയായതിൽ മാത്രം അവസാനിക്കുന്നില്ല. സ്ത്രീയുടെ മതം, ജാതി, രാഷ്ട്രീയം, സാമൂഹിക പശ്ചാത്തലം എല്ലാം ചേർന്നാണ് പലപ്പോഴും അവളെ ആക്രമിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇത് ചില വട്ടന്മാരുടെ മാത്രം പ്രശ്നമാണോ? അല്ല. കാരണം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു സ്ത്രീയെ മാത്രം നിശബ്ദയാക്കുന്നില്ല, അവൾക്ക് പിന്നാലെ വരാൻ പോകുന്ന സ്ത്രീകളെയും ഭയപ്പെടുത്തുന്നു. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യം.
ലേഖനത്തിന്റെ വാദം പ്രകാരം പ്രതിഷേധിച്ച സ്ത്രീകൾക്കെതിരെ എഫ്ഐആറുകളും നിയമ നടപടികളും ഉണ്ടാകുന്നു. അതേസമയം അവരെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ പലർക്കുമെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് ലേഖനം ചൂണ്ടിക്കാട്ടുന്നത്. ഇതാണ് ആ ലേഖനത്തിന്റെ ഏറ്റവും ശക്തമായ വാദം. ഇത് പോലീസിംഗിന്റെ പരാജയം മാത്രമല്ല, പോലീസിംഗ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഭാഗമാകുന്നു. അത് ശരിയാണോ എന്ന് നമുക്ക് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവിടെ മറ്റൊരു വലിയ പ്രശ്നം കൂടിയുണ്ട്: സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം. ഒരു സ്ത്രീക്ക് പൊതുവേദിയിൽ സംസാരിക്കണമെങ്കിൽ ആദ്യം അവൾ ചിന്തിക്കേണ്ടി വരുന്നത് എൻ്റെ അഭിപ്രായം ശരിയാണോ എന്നതല്ല, എൻ്റെ ഫോൺ നമ്പർ പുറത്തു പോകുമോ, എൻ്റെ വീട്ടുകാരെ വിളിക്കുമോ, എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ ചിത്രം ഉണ്ടാക്കുമോ, എന്നെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുമോ എന്നൊക്കെയാണെങ്കിൽ ജനാധിപത്യത്തിൽ സ്വതന്ത്രമായ പൊതുസ്ഥലം ഇല്ലാതാകും. പുരുഷന്മാർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യവും ഒരുപോലെ അല്ലാതാകും. അതിനാൽ ഈ വിഷയം സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്ന രീതിയിൽ കാണേണ്ടതില്ല. ഇത് ജനാധിപത്യത്തിൻ്റെ പ്രശ്നമാണ്.